കടങ്ങോട് പഞ്ചായത്ത് 16-ാം വാർഡ് മരത്തങ്കോട്, കിടങ്ങൂർ, നോങ്ങല്ലൂർ പ്രദേശങ്ങളിലേക്ക് പോകാവുന്ന റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള കാന നിർമ്മാണം നാട്ടുകാരെ വലയ്ക്കുന്നു. കാനയ്ക്ക് സ്ലാബ് ഇടാത്തതും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിലും ഗതാഗതം നിലച്ചതിലും പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. മരത്തങ്കോട് പാലം മുതൽ കിടങ്ങൂർ, നോങ്ങല്ലൂർ പ്രദേശങ്ങളിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരെയാണ് PWD വിഭാഗം കാന നിർമ്മാണം നടത്തിയത്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് 2 മാസം കഴിഞ്ഞിട്ടും സ്ലാബിടാനോ റോഡ് തടസ്സപ്പെടുത്തി കുന്നുകൂട്ടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കൂടാതെ കാനയുടെ അരികുവശങ്ങളിൽ കമ്പികൾ പുറത്തു കാണുന്നതും കാനയ്ക്കായി പൊളിച്ച റോഡിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കാതെ കിടക്കുന്നതും ചൂണ്ടിക്കാട്ടി നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. നിർമ്മാണത്തെ തുടർന്ന് കിടങ്ങൂർ, നോങ്ങല്ലൂർ റോഡിലേക്കുള്ള ഗതാഗതം നിലച്ചിട്ട് 2 മാസത്തോളമായി. ചെറുവാഹനങ്ങൾ മുതൽ സ്കൂൾ വാഹനങ്ങൾ വരെ വന്നിരുന്ന വഴിയാണിത്. ഗതാഗതം നിലച്ചതോടെ കുട്ടികൾക്ക് ഏറെ നടന്നു വേണം വണ്ടിയിൽ കയറാൻ. ഈ വഴി തടസ്സപ്പെട്ടതിനാൽ വാഹനയാത്രികർ മാന്തോപ്പ്, മരത്തങ്കോട് സ്കൂൾ എന്നീ വഴികളിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചാണ് വടക്കാഞ്ചേരി റോഡിലേക്ക് പ്രവേശിക്കുന്നത്. സ്ലാബിടാത്ത കാനയ്ക്ക് സമീപത്തുകൂടി കുട്ടികളും പ്രായമായവരും ഏറെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 4 പേർക്കാണ് ഇവിടെ കാനകളിൽ വീണ് പരിക്കേറ്റത്. 3 ആഴ്ച കഴിഞ്ഞു ഈ പാലം പണി നടത്തിയിട്ട്. ഇതുവരെ ഈ റോഡ് തുറക്കാനോ അതല്ലെങ്കിൽ ഇതിൻ്റെ മേൽ നടപടി സ്വീകരിക്കാനോ ഇവിടുത്തെ അധികാരികളോ അതല്ലെങ്കിൽ ഈ വർക്ക് എടുത്തുള്ള ആൾക്കാരോ ഇന്നവരെ അതിന് പരിശ്രമിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു മേഡം ഉണ്ട്. ആ മേഡം പറയണത് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങളിത് തുറക്കും, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും. ഇതാണ് മേഡം പറയണത്. അതേമാതിരി തന്നെ എന്തെങ്കിലും നമ്മൾ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പൂച്ചേൻ്റെ അടുത്ത് മുഖത്തിട്ടമായിട്ടുള്ള സംസാരങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്. ഇതേമാതിരി തന്നെ ഈ കാനയിൽ 4 ആൾ വീണു. 1 തെളിവ് ഇദ്ദേഹം, 1 നിൽക്കുന്ന ചേച്ചി, 2 കുട്ടികൾ. ഇതൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടുപോയി ഇവരെന്നെ ഒരു 10,000 രൂപ ചിലവാക്കിയിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞപ്പോൾ അവരെല്ലാം അതിന് പ്രതികരിക്കുന്നില്ല. വളരെ മോശമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതിൻ്റെ അധികാരികൾ ഇത് കണ്ണുറക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാനയ്ക്കായി എടുത്ത മണ്ണ് റോഡിനോട് ചേർന്നുള്ള വീടിന്റെ അരികുഭാഗത്താണ് കൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ മണ്ണിലൂടെ വെള്ളം ഇറങ്ങിയതായും വീടിനകത്ത് കിളിർപ്പുണ്ടായതായും വീട്ടുടമസ്ഥൻ വർഗീസ് പറഞ്ഞു. ആ മണ്ണെല്ലാം കിടക്കുന്ന കാരണം കൊണ്ട് വീടിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോണത്. ഉള്ളിലേക്ക് കിളിർപ്പുണ്ട്, വീടിന് അകത്തേക്ക് കിളിർപ്പുണ്ട്. വീടിന്റെ ചുമരിനോട് ചേർന്ന് കൂട്ടിയിട്ടിട്ടുള്ള മണ്ണ് ഇനിയും നീക്കം ചെയ്തില്ലെങ്കിൽ വീട് ഇടിഞ്ഞു വീഴുന്നതിന് കാരണമാകുമെന്നും വർഗീസ് പറഞ്ഞു. പരാതി PWD വിഭാഗം ഉദ്യോഗസ്ഥയെ അറിയിച്ചപ്പോൾ പരാതിക്കാരെ നിശബ്ദരാക്കുകയും നിരുത്തരവാദപരമായ സമീപനവുമാണ് ഉണ്ടായതെന്നും നാട്ടുകാർ പറഞ്ഞു. ചോദിക്കുന്ന ആളാണ് ഞാൻ നിശബ്ദനാക്കണ പരിപാടിയാണ്. അവരെ പേരിൽ കേസെടുക്കും, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ പറയണത്. ഇത് കാന കയറിയിട്ട് 2 ആഴ്ച ഇട്ടു. ആ കഴിഞ്ഞിട്ട് വാർത്തിട്ട് ഇപ്പോൾ 18-20 ദിവസമായി. ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കുമെന്ന് പറയണത്. വാർത്തയിലെ മറ്റേ ഇതിട്ട് ഫ്രഞ്ചില്ലേ ആ സാധനം ഇടാണ്ട് വാർത്തയിലുള്ള കമ്പികളൊക്കെ കാണുന്ന രീതിയിലാണ്. വെറും തരികട പരിപാടി ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ആര് ചോദിച്ചാൽ അവരെ നിശബ്ദരാക്കണ പരിപാടി. അവർക്കെതിരെ കേസെടുക്കും. ചോദിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ പറയണത്. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു.